ഹലോ ഗൈസ്, ഇതിപ്പോൾ എങ്ങോട്ടാണ് ഇങ്ങനെ റെഡി ആയിട്ട് പോകുന്നതെന്നല്ലേ? നമ്മുടെ വിഷുവേല കേട്ടോ, നമ്മുടെ കക്കോട്ടുകാവിൽ. അപ്പോൾ രാവിലെ ഒന്നും പോയില്ല, വൈകുന്നേരം ഒന്ന് തൊഴുതിട്ട് വേലയും കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളിത് 3 പേരും കൂടെ പോവട്ടോ. മണിക്കുട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, മണിക്കുട്ടൻ പത്തിരിപ്പാലയിലാണ്, എൻ്റെ വീട്ടിലാണ്, അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അതേ വേല തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇന്ന് പ്രദോഷം ആയതുകൊണ്ട് ശിവൻകോവിലിൽ പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൊട്ടന്നെ ശിവൻകോവിലുണ്ട്, അവിടെ പോയി തൊഴുതി. ഇത് എനിക്ക് വിഷുവിൻ്റെ കൈനീട്ടം തന്നാണ് കേട്ടോ തിരുമേനി. അപ്പോൾ അവിടെ നിന്ന് തൊഴുതി വന്നു കേട്ടോ. നേരെ നമ്മുടെ കക്കോട്ടുകാവിൽ തന്നെ, കക്കോട്ടുകാവിൽ തിരിച്ചെത്തിയതേ അമ്മേനൊന്ന് പോയി തൊഴുതി ഇറങ്ങിട്ടോ. എന്താന്ന് പറഞ്ഞാലേ, ഇത് എല്ലാ ദേശത്തിലെയും വേലകൾ ഒരുമിച്ച് വരുന്നതാണ് കേട്ടോ. വിഷുവേല നല്ല രസമാണ് കാണാൻ. ഓരോരോ ദേശത്തു നിന്ന് ഓരോരോ കാര്യങ്ങളായിരിക്കും. ചെണ്ടമേളം, വണ്ടിവേഷം, അങ്ങനെ ഓരോ ദേശത്തു നിന്ന് ഓരോന്നായിരിക്കും കേട്ടോ. ആനയില്ല കേട്ടോ പക്ഷേ ഈ വേലയ്ക്ക്. ഇനി അടുത്ത ഈ മാസം തന്നെ ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ട്, അപ്പോഴാണ് ആനയൊക്കെ ഉണ്ടാവുക. വിഷുവേലയ്ക്ക് ആനയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത് ഓരോരോ പ്രോഗ്രാംസ്, ശിങ്കാരിമേളം അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. പിന്നെ ഈ ഇങ്ങനെ വേഷം കെട്ടല്, വണ്ടി വേഷം അങ്ങനെയുള്ളതൊക്കെയാണോ. അപ്പോഴേക്ക് കുഞ്ഞാറ്റത്തെ കരഞ്ഞിട്ട് ക്യാമറയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റത്ത് അത് കണ്ടപ്പോൾ പേടിച്ചിട്ടോ, കരടിൻ്റെ ഇതിൻ്റെയൊക്കെ കണ്ടിട്ട്. പിന്നെ അത് നമ്മുടെ അഖിലക്കുട്ടി, അവരുടെ ഫാമിലി കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വിരുന്നിന്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ വേലയും പൂരം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ. കാരണം ചെറുതാകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊന്നും അങ്ങനെ വേലയും പൂരത്തിനൊന്നും അധികം കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയാൽ തന്നെ അതൊരു 5 മിനിറ്റ് ആ വേല കണ്ടു തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വേലയും പൂരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ മൂന്നിട്ടും വേലയും പൂരും ചെണ്ടയും മദ്ദളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് പിന്നെ എല്ലാ വേലയ്ക്കും ഏട്ടൻ ലീവിലുണ്ടെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും. ഇത് പിന്നെ നമ്മുടെ തൊട്ട് തന്നെ ആയതുകൊണ്ട് പിന്നെ വേറെ വിഷയമൊന്നുമില്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോകാം. നമ്മുടെ തൊട്ട് അമ്പലമാണ്. ഇപ്പോഴത്തെ പിള്ളേർ പിന്നെ ജീവിതം ലൈഫ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണ്ട. കാരണം നല്ല വൈബാണ്. അവർ വേലപ്പറമ്പിലായിക്കോട്ടെ എല്ലാവിടെയും ഡാൻസ് കളിച്ച് ഭയങ്കര രസമാണ് കേട്ടോ. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ വേണ്ടത്. കാരണം നമ്മൾ 90s ഒക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ജീവിച്ച് വന്നവരാണ്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ ഫുൾ പവറാണ്. ആരെന്ത് പറഞ്ഞിട്ടെ അതവർക്ക് വിഷയമല്ല. വേലയുടെ ബാക്കി വീഡിയോസ് പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ.